ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ കുറേ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പോകുന്നത് നമ്മളിപ്പോൾ കറാമയിലാണ് പോകുന്നത്. ഇക്കുൻ്റെ സൗണ്ട് വലുതായിട്ട് കേൾക്കണമെങ്കിൽ ഇക്കു കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കണം, എങ്കിലേ കേൾക്കുള്ളൂ. നമ്മൾ കുറേ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്താ കറാമയിൽ ഭയങ്കര വൈബാണ് ഈ ഒരു റമളാൻ മാസം. പക്ഷെ നമ്മൾ വൈബ് ആസ്വദിക്കാൻ പാടില്ല റമളാൻ മാസത്തിൽ. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് എ ഗുഡ് തിങ് അല്ലേ? പക്ഷേ എന്താണ് ആ കറാമയിൽ നടക്കുന്നത്? എന്ത് ടൈപ്പ് വൈബാണ് അവിടെ നടക്കുന്നത്? ഫുഡ് ഫെസ്റ്റിവൽ എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ആ ഒരു വൈബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്ലബിൽ പോകുന്ന കണക്ക് ആ ഒരു സെറ്റപ്പിൽ പോകാനല്ല. അങ്ങനത്തെ വൈബാണോ എന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കറാമ വൈബ് എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ചെക്ക് ഔട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഞങ്ങൾ തരാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിരിക്കുക. ഓക്കെ, നമ്മുടെ മെയിൻ ഉദ്ദേശം അവിടെ പോയിട്ട് ഞം അല്ലേക്കു പതിവ് പോലെ. പിന്നെ വൈബൊക്കെ എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ വൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ റമളാൻ മാസത്തിൽ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഭയങ്കര വൈബാണ്, പാട്ടും ഡാൻസും. പക്ഷെ അതൊന്നും നോട്ട് ഗുഡ് അല്ലേ? അതൊക്കെ ഈ ഒരു ടൈമിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പാട്ടും കൂത്തൊക്കെ. പിന്നെ ഫുഡ് ഓക്കെ കേട്ടോ. ഫുഡിൻ്റെ സ്ട്രീറ്റ് അതുണ്ട് ഇതുണ്ട്. അങ്ങനത്തെ വെറൈറ്റി വൈബാണോ അതോ കളർഫുൾ വൈബാണോ അതോ പാട്ടും ഡാൻസും ആണോ വൈബ്? എന്ത് ടൈപ്പ് വൈബാണെന്ന് നമുക്ക് ഇന്ന് പോയി കാണാം അല്ലേക്കോ? ഇക്കുൻ്റെ ഒരു ഒപ്പീനിയനിൽ കറാമ വൈബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. മെയിൻലി കുറെ ആൾക്കാർ വന്ന് കുറച്ചുകൂടെ വോളിയത്തിൽ പറയും. മെയിൻലി കുറെ പേര് വന്നിട്ട് അവിടെ മിക്കവാറും ഒരു പാട്ടും ഗാനമേളൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. പാട്ടും ഗാനമേളൊക്കെ സത്യത്തിൽ റോങ് അല്ലേ? ആണ്. പക്ഷെ എന്താണ്, നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാം. യെസ്, ലെറ്റ്സ് വാച്ച് ഔട്ട്. അപ്പം നിങ്ങൾ കമന്റിൽ പറയേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കറാമ വൈബ് എന്താണ് എന്ന് ഞങ്ങളെ പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ലേ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ? ഒന്ന് കണ്ടു നോക്കാം എന്താണ് ഈ ഒരു കറാമ വൈബ് എന്നുള്ളത്. പക്ഷെ ഇത്രയും വൈബും ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആണെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ കാര്യമൊക്കെ കഷ്ടത്തിലായിരിക്കും അല്ലേ? ലേറ്റ് നൈറ്റൊക്കെ ചില ആൾക്കാരൊക്കെ നൈറ്റ് ഡ്യൂട്ടി മീൻസ് ഡേ ടൈം ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ കാണും, അല്ലാത്തവർ കാണും അല്ലേ? പല ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, അതാണ് ഒരുപാട് താമസക്കാരൊക്കെ ഉണ്ട് അവിടെ. അപ്പം അങ്ങനത്തെ വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ചിലപ്പോൾ കാണത്തില്ലായിരിക്കും ഈ പറയുന്ന പോലെയൊന്നും. ലെറ്റ്സ് ഗോ ആൻഡ് സീ. കാരണം കുറേ നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് കുറേ സംഭവങ്ങൾ ഈ ഒരു കറാമ വൈബിനെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടി വലിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നെ തരാനുള്ള കാരണം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. കറാമയിൽ എത്തിയിട്ടുണ്ട് ലേക്കോ? നമ്മൾ ഓൾമോസ്റ്റ് കറാമയിൽ എത്തി. കളർഫുള്ളാണ്.
നമുക്ക് നോക്കിയിട്ട് വരാം. ഞങ്ങള് എന്താ ട്രൈ ചെയ്തേ? കൊതി വരുന്നു കുറച്ച്. ഇതിന്ന് കൊടുക്കും. മാംഗോ ഒക്കെ കൊള്ളാം, സെറ്റ് ആയിട്ടുണ്ട്. പൈനാപ്പിൾ ഒരുമാതിരി വെന്ത പോലെ ഉണ്ട്, ഒരു വലിയ രസമില്ല. കറാമ വൈബിനെ പറ്റി പറയാനുള്ള ഈ പറഞ്ഞ ഇവിടെ നാടൻ ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ആണ്, സ്ട്രീറ്റ് ഫുഡ്. ഉപ്പിലിട്ടത് അങ്ങനത്തെ കുറെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? വലിയ മ്യൂസിക്കും അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. അങ്ങനെ സെറ്റപ്പ് ഒന്നും ഇല്ല, ചെറിയ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ കുട്ടിക്ക് എന്താ വേണ്ടു സഹിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലൊക്കെ ഉള്ള മ്യൂസിക്കും സെറ്റപ്പും ഒക്കെ ഉണ്ട്. വലിയ ആ ഒരു മറ്റേ ആൾക്കാർ പറഞ്ഞ പോലെ അങ്ങ് അറമാദിച്ച് റമദാൻ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത വൈബിങ് ആണ്. അങ്ങനത്തെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ല. നിങ്ങളും കണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കറാമ വൈബും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് സീ ഫുഡും ചിക്കനും അങ്ങനത്തെയൊക്കെ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ രാത്രിത്തെ ഏർലി മോർണിംഗ് സുഹൂർ എന്നാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഏർലി മോർണിംഗ് ഇതാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. കുറച്ച് ഫിഷിൻ്റെ ഐറ്റംസ്, പിന്നെ സ്പൈസി ഗ്രിൽ ചിക്കൻ, നോർമൽ ചിക്കൻ, പിന്നെ ഈ ഒരു ക്രാബ് ഉണ്ടായിരുന്നു, പിന്നെ 2 ടൈപ്പ് ഓഫ് റൈസ് ഉണ്ടായിരുന്നു. അതിൽ 2 ടൈപ്പ് ഓഫ് റൈസും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. റാമയിൽ തന്നെയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് നമുക്ക് പുറത്തേക്കുള്ള ആ ഒരു കറാമ വൈബിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലത്തെ അങ്ങനത്തെ ഭയങ്കര ചെയ്യാൻ പാടില്ലാത്ത സെറ്റപ്പിലെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കറാമ വൈബ് എന്ന് അവരുദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഈ ഒരു ഫുഡിൻ്റെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഐറ്റംസ് അവരിങ്ങനെ ഒരുപാട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയ തന്നെയുണ്ട് അവിടെ. ആ ഓരോ റെസ്റ്റോറൻറ്റുകളും മത്സരിച്ചിട്ടാണ് അവിടുത്തെ ഓരോ വിഭവങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റിലൊക്കെ കഴിക്കുന്നത് പോലത്തെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമാട്ടോ അതിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് മലയാളീസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ അത് കറാമ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കറാമ നൈറ്റ് വൈബൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്നിട്ട് നമ്മൾ കുറേ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുൽക്കി സർബത്ത്, ചൊരണ്ടി ഐസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഡിന്നർ, അത്രയും നമ്മൾ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കറാമ വൈബ് ഒന്നുകൂടെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു ഗൈസ്. അതെല്ലാം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.